ഒരു വീട്ടിലേക്ക് വിവാഹം ചെയ്ത് കടന്നു വരുന്ന ഒരു പെൺകുട്ടി വേണം ആ വീടിൻ്റെ പാരമ്പര്യവും ആ വീടിൻ്റെ സംസ്കാരവും ഒക്കെ കാത്തു സൂക്ഷിക്കാൻ. തീർച്ചയായിട്ടും അതങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഈ വീടിൻ്റെ പാരമ്പര്യം, സംസ്കാരം എന്ന് പറയുമ്പോൾ വസ്ത്രത്തിലും ഭക്ഷണ കാര്യങ്ങൾക്കും ചില വീടുകളിലൊക്കെ ആണെങ്കിൽ സ്ത്രീകളെ ജോലിക്ക് പറഞ്ഞു വിടത്തില്ല. അങ്ങനെ ചില നിബന്ധനകൾ ചില കുടുംബങ്ങളിൽ വെക്കും. പക്ഷേ ഈ നിബന്ധനകൾ വന്നു കയറുന്ന പെൺകുട്ടിക്ക് മാത്രമുള്ളതാണ്. ആ വീട്ടിലെ പെൺകുട്ടികൾ ജോലിക്ക് പോകും, അവർക്കിഷ്ടമുള്ള വസ്ത്രം ധരിക്കാം, അവർക്കിഷ്ടമുള്ളവരോട് സംസാരിക്കാം, അവർക്കെന്തിന് സ്വാതന്ത്ര്യമുണ്ട്. അതുപോലെ തന്നെ ആഹാരം വെക്കുന്ന കാര്യത്തിൽ വന്നു കയറുന്ന പെൺകുട്ടിക്ക് ആഹാരം വെക്കാൻ അറിയത്തില്ല എങ്കിൽ എന്തുകൊണ്ട് നിൻ്റെ വീട്ടിലത് പഠിപ്പിച്ചില്ല? നിൻ്റെ വീട്ടിൽ ഇതാണോ പഠിപ്പിച്ചത്? അങ്ങനെ ഒരു ചോദ്യം. എന്നാൽ ഈ വീട്ടിലെ മക്കൾക്ക് ആഹാരം വെക്കാൻ അറിയാമോ? അവർക്ക് പല പല കറികൾ മാറി മാറി വെക്കാൻ അറിയാമോ? ഇതൊന്നും വിഷയമല്ല. അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്ന വീടുകളിൽ പല സമയങ്ങളിലായിരിക്കും പല വീടുകളിലും പ്രാർത്ഥിക്കുന്നത്. ഈ സമയത്താണോ പ്രാർത്ഥിക്കുന്നത്? അങ്ങനെ ഒരു ചോദ്യം. പിന്നെ അടുക്കളയിൽ തന്നെ കറികളൊക്കെ വെക്കുന്ന സമയത്ത്, കഷ്ണങ്ങളൊക്കെ മുറിക്കുന്ന സമയത്ത് ഈ രീതിയിലാണോ നിങ്ങളുടെ വീട്ടിൽ കറിക്ക് കഷ്ണങ്ങൾ മുറിക്കുന്നത്? ഇങ്ങനെയുള്ള പല ചോദ്യങ്ങൾ. ഇതാണോ നിൻ്റെ വീട്ടിൽ പഠിച്ചത്? ഇതാണോ നിൻ്റെ വീട്ടിൽ പഠിച്ചത്? ഇങ്ങനെ ഓരോ ചോദ്യം വരുന്ന സമയത്താണ് പലപ്പോഴും വിഷയങ്ങളുണ്ടാകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം അങ്ങനെയല്ല. ഓരോ വീട്ടിലും ഓരോ രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. വന്നു കയറിയ ആ കുടുംബത്തിലെ രീതികൾ ഒരു പുതിയ പെൺകുട്ടി അവളെങ്ങനെ പഠിക്കും? അവൾ പഠിക്കേണ്ടത് ആ വീട്ടിൽ അതുവരെയും വളർന്ന ചിട്ടകളും ശീലങ്ങളും പെരുമാറ്റങ്ങളും എല്ലാം ആ വീട്ടിലെ ആളുകളെ കണ്ടുകൊണ്ടാണ് പഠിക്കേണ്ടത്. പ്രാർത്ഥിക്കുന്ന സമയമാണെങ്കിൽ അവർ പ്രാർത്ഥിക്കാൻ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്ന സമയം ഇന്നതാണെന്ന് നമ്മളെ അറിയിക്കണമെങ്കിൽ അവർ ആ സമയത്ത് ഇരിക്കണം. ആഹാരം വെക്കുന്ന രീതികളാണെങ്കിൽ അതവരെ ചെയ്ത് കാണിക്കണം. കഷ്ണങ്ങൾ മുറിക്കുന്നതാണെങ്കിൽ ഇങ്ങനെയാണ് മുറിക്കുന്നത്, അത് ആ വീട്ടിലെ തന്നെ ആളുകളത് ചെയ്യണം. ഇങ്ങനെ അവർ ചെയ്യുന്നത് കണ്ടാണ് വന്ന് കയറുന്ന ഒരു പെൺകുട്ടി പഠിക്കുന്നത്. ഒരിക്കലും നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന ഒരു പെൺകുട്ടിയെ ഈ വീടിൻ്റെ രീതികൾ ഇതാണ്, ഈ വീടിൻ്റെ ചിട്ടകൾ ഇതാണ് എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് അവളെ കർശനമായും ചെയ്യാൻ അടിച്ചേൽപ്പിക്കരുത്. ആ വീട്ടിലെ രീതികളുമായിട്ട് ചേർന്ന് ജീവിക്കാൻ തീരുമാനമെടുത്ത് കടന്നു വന്ന ഒരു പെൺകുട്ടി, അവൾ തീർച്ചയായിട്ടും ആ വീട്ടിലെ രീതികൾ കണ്ടുപഠിക്കും. ഇന്ന് വന്നാൽ നാളെ മുതൽ അത് ചെയ്യത്തില്ല, അത് കണ്ടുപഠിക്കണം. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും അടിച്ചേൽപ്പിക്കുമ്പോഴാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, വീട്ടിലേക്ക് കടന്നു വരുന്ന പലർക്കും പല നിയമങ്ങളാകരുത്. വീട്ടിലേക്ക് വരുന്ന എല്ലാ മക്കൾക്കും എല്ലാ മരുമക്കൾക്കും ഒരേ തീരുമാനങ്ങളും ഒരേ രീതിയിലുള്ള അവകാശങ്ങളുമാകുമ്പോൾ അവിടെ വിഷയങ്ങളുണ്ടാകുന്നില്ല. ഇങ്ങനെയാണോ നിങ്ങൾ പഠിച്ചത് എന്ന ക്വസ്റ്റ്യൻ ഒഴിവാക്കിക്കൊണ്ട് ഇങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്നത്, ഇങ്ങനെയാണ് ഈ വീടിൻ്റെ രീതികൾ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന സമയത്ത് സന്തോഷത്തോടെ അവളത് കണ്ടുപഠിക്കും. ഒന്നും പഠിപ്പിക്കാൻ ശ്രമിക്കരുത്, എല്ലാം പഠിച്ചോളും. പിന്നെ ഇന്നത്തെ കാലത്ത് ഇതൊന്നും നടക്കുകയല്ല കേട്ടോ. ഇതൊക്കെ പഴയ കാര്യങ്ങളാണ് പറയുന്നത്. ഇന്നത്തെ കാലത്തെ കുഞ്ഞുങ്ങളെടുത്ത് ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്ത് അയച്ചു കൊടുത്തു. ആ വീട്ടിൽ ഇതേ പ്രായമുള്ള മറ്റൊരു പെൺകുട്ടി, ഈ വന്നു കയറിയ പെൺകുട്ടിക്ക് പണി അറിയത്തില്ലെന്നോർത്തു. ഇനി അവിടെ നിൽക്കുന്ന കുട്ടിക്കും പണി അറിയാം. അതായത് ഭർത്താവിൻ്റെ പെങ്ങള്, ഇവളുടെ നാത്തൂൻ, അവൾക്കും പണി അറിയത്തില്ല എങ്കിൽ ഇവളത് തമാശ രൂപേണ എടുത്ത് പറയും, ഏതായാലും എനിക്ക് പണി അറിയത്തില്ല, അപ്പം നീ ഒരു കാര്യം ചെയ്തോ, നീയും എൻ്റെ കൂടെ കൂടിക്കോ, നമ്മളെ അമ്മ പഠിപ്പിച്ചോളൂ. അങ്ങനെ തുറന്നു പറയുന്നവരാണ് ഇന്നത്തെ കാലത്തെ കുട്ടികൾ മിക്കതും. അതും നല്ലതാ. കേൾക്കുന്ന കാര്യങ്ങളെല്ലാം പോസിറ്റീവായിട്ട് എടുക്കുക, വളരെ സന്തോഷത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക.